അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. മുഹറം 1 113 ബിസ്മി എഴുതുക എന്ന് നമ്മൾ കാലങ്ങൾ മുന്നേ കേൾക്കുന്ന ഒരു ഇബാദത്ത് ആണ്. നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ആവശ്യം നിറവേറാനുണ്ടെങ്കിലും ഈ ഒരു 113 ബിസ്മി നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ച ഒരുപാട് പേരുടെ അനുഭവം നമ്മൾക്ക് അറിയാം. പക്ഷെങ്കിൽ ഈ ഒരു ബിസ്മി എഴുതുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് അദബുകളുണ്ട്. നമ്മൾ ഈ ഒരു അദബുകളൊക്കെ പാലിച്ചുകൊണ്ട് ബിസ്മി എഴുതുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിനുള്ള തക്കതായ പ്രതിഫലം കിട്ടുകയുള്ളൂ. ഈ ഒരു ബിസ്മി എഴുതിയിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷം ഈ ഒരു ബിസ്മി എഴുതിയിട്ട് എനിക്ക് ഗൾഫിൽ പോകാൻ വരെ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു ബിസ്മി കൊണ്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ നിയത്ത് വെച്ച് എഴുതിക്കോളി. നമ്മൾ ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും അതിൻ്റെതായ മര്യാദകളോടുകൂടിയും അതപ്പോട് കൂടിയും വുളുവോടുകൂടിയും നമുക്ക് ഈ ഒരു ഇബാദത്ത് ചെയ്താൽ ഇതിൻ്റെതായ ഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയുമാണ് നമ്മൾ എഴുതാൻ വേണ്ടി. മുഹറം 1 നമ്മൾ സുബഹിയുടെയും ലുഹറിൻ്റെയും ഇടയിലാണ് എഴുതുന്നത് ഏറ്റവും ഉത്തമം. ആ ഒരു സമയങ്ങളിൽ നമ്മൾ എഴുതാൻ മാക്സിമം ശ്രമിക്കുക. എന്നിട്ട് ബാക്കി സമയങ്ങളിലും എഴുതാം. ഒരു ഇരുപ്പിൽ എഴുതണം. ഒരു ഇരുപ്പിൽ ആരോടും സംസാരിക്കാണ്ട് ഒരു പേപ്പർ എടുത്തിട്ട് അടുപ്പിച്ചിട്ട് നമ്മൾ അറഫുകൾ മാത്രമായിട്ട് 19 അറഫുകളായിട്ട് ബിസ്മി എഴുതുക. സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ ഒരു ബിസ്മി നിങ്ങൾ എഴുതുക. ബിസ്മി എഴുതുമ്പോൾ വുളു എടുക്കണം. അതുപോലെ കിബിലക്ക് മുന്നിട്ട് ഇരിക്കണം. എന്നിട്ട് എഴുതുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിയത്ത് വെച്ച് ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നാൽ നിങ്ങൾക്ക് വളരെ ഫലം കിട്ടും. എന്നിട്ട് ശേഷം കിബിലക്ക് മുന്നിട്ട് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ബിസ്മി എഴുതുക. ബിസ്മി എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ട മഷിയുടെ കളറ് ഏറ്റവും ഉത്തമം കറുപ്പ് മഷിയാണ് ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കറുപ്പ് കൊണ്ട് എഴുതിയാലാണ് നല്ലത്. എന്നിട്ട് ബിസ്മി എഴുതുക. ബിസ്മി നമ്മൾ എഴുതുമ്പോൾ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമ്മളത് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ എഴുതുക. അങ്ങനെ 113 ബിസ്മി ചൊല്ലുക. എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് ബിസ്മി പാരായണം ചെയ്യുക. എന്നിട്ടത് മടക്കിയിട്ട് നമ്മൾ എവിടെയാണ് വെക്കുന്നത് നല്ലൊരു സ്ഥലത്ത് അതിനെ സൂക്ഷിക്കുക. ഈ ഒരു ബിസ്മി നമ്മൾ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കണം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് നമ്മളോട് കളഞ്ഞു പോകരുത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസ്മി നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും നല്ലതാണ്. നബി സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ബിസ്മി ചൊല്ലിയിട്ട് നമ്മളൊരു കാര്യം തുടങ്ങിയാൽ ആ ഒരു കാര്യത്തിൽ പിശാചിൻ്റെ ശല്യം ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു കാര്യത്തിൽ ബറക്കത്തുണ്ടാവും. ബിസ്മി കൂട്ടാതെ നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു കാര്യങ്ങൾക്ക് ബറക്കത്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യുക. 113 ബിസ്മി മുഹറം 1 മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുക, ചൊല്ലുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും. ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ മക്കൾക്ക് തേനും വെള്ളമൊക്കെ മന്ത്രിച്ച് കൊടുത്താൽ മക്കളൊക്കെ നല്ല അദബും അച്ചടക്കവും ഉള്ളവരായി മാറും. ബിസ്മിയാണ് നമുക്ക് എല്ലാത്തിനും നല്ലൊരു ദിക്റ്. നിങ്ങൾ ബിസ്മി പതിവാക്കിക്കോളി, നിങ്ങൾക്ക് ഫലം ഉണ്ടാവും. ഈ ഒരു മുഹറം 1 ബിസ്മി എഴുതി വെച്ചാൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഇത് സത്യമാണ്, എനിക്കും ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് അള്ളാഹുവിനെ ഏൽപ്പിച്ച് നിങ്ങൾ എഴുതിക്കോളി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.